ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് തൃശ്ശൂരിലെ Cammart ഡിജിറ്റലിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. യൂസ്ഡ് ക്യാമറാസ് ലെൻസസ് ഒക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവരായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ചിട്ടും ലെൻസിനെ കുറിച്ചിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ മെയിൻ ആളോട് നമുക്ക് ചോദിച്ചു നോക്കാം. ആളുടെ നെയിം എൽദോസ് ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നിക്കോണിന്റെ ക്യാമറകളെ കുറിച്ച് പരിചയപ്പെടാം. നിക്കോണിലാകുമ്പോൾ നമുക്കൊരു 5000 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ കൂൾ പിക്സിന്റെ ഒരു മോഡലാണ്. ഇതൊക്കെ ഒരു 5000 rupees ഉള്ളൂ. പിന്നെ 10,000 rupeesനൊക്കെ DSLR ക്യാമറ ഉണ്ട്. വെറും 10,000 രൂപ ബോഡി വിത്ത് ലെൻസോട് കൂടിയിട്ട്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 10,000 ആ റേഞ്ച് വരണം. പിന്നെ നിക്കോണിന്റെ തന്നെ 3200 ഇതൊക്കെ ആകുമ്പോൾ ഒരു 12,000 രൂപ ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. ഇത് ക്യാമറ വിത്ത് ലെൻസ് അടക്കം. പിന്നെ നമുക്ക് വരുന്നത് ഇത് കാനോണിന്റെ 550D. ഇതൊക്കെ ആകുമ്പോൾ ഒരു 8,000 തൊട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നിക്കോണിന്റെ D90 ഉണ്ട്. D90 ആകുമ്പോൾ ഒരു 10,000 ആ റേഞ്ച് പറഞ്ഞുള്ളൂ. ബോഡി വിത്ത് ലെൻസ് അടക്കം 1855 അടക്കം. ഇതിന് വാറന്റി ഉള്ളതുണ്ടാവും? ഇതിനിപ്പോ വാറന്റി ഇല്ല. ഈ ക്യാമറ ഒക്കെ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 years ആയിട്ടുണ്ട്. നമ്മളൊരു 2 month ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. ഷോപ്പ് ചെക്കിംഗ് വാറന്റി ഉണ്ട്. സർവീസ് ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 3100 ഒക്കെ ഒരു 4-5 പീസ് ഇരിക്കുന്നുണ്ട്. ഒരു 10,000 ആ റേഞ്ചാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ D7000 എന്ന് പറഞ്ഞ സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. ഇത് ബോഡി വിത്ത് ലെൻസ് ഒരു 28,000 അറേഞ്ച് കൊടുക്കാം. ഷട്ടർ കൗണ്ടൊക്കെ ഒരു 10,000 ബിലോ ആയിട്ടുള്ളൂ. ഇതിന്റെ കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ട്. പിന്നെ 5300 നിക്കോണിന്റെ വിത്ത് ലെൻസ് അടക്കം 1855. ഇതൊക്കെ ആകുമ്പോൾ ഒരു 18,000 അറേഞ്ച് വരുന്നുള്ളൂ വിത്ത് ലെൻസ് അടക്കം. പിന്നെ നിക്കോണിന്റെ D750 വിത്ത് 24-120 ലെൻസ് അടക്കം. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 55,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും വിത്ത് ലെൻസ് അടക്കം. 2 ബാറ്ററി കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ടാവും. മെമ്മറി കാർഡ് ഇല്ല. അതിന് എക്സ്ട്രാ ഫണ്ട് വരും. അതിനൊരു 300 rupees ആ റേഞ്ച്. ബാറ്ററി ചാർജർ പ്ലസ് ഒരു 2 month ചെക്കിംഗ് വാറന്റി ഉണ്ട്. നിക്കോണിന്റെ ഒരുപാട് ലെൻസിന്റെ കളക്ഷൻസ് ഉണ്ട്. നിക്കോണില് 1855 തൊട്ടിട്ട് 400 വരെയുള്ള ലെൻസുകൾ ഇരിക്കുന്നുണ്ട്. 400 mm ടെലിയൊക്കെ ഇരിക്കുന്നുണ്ട്. ന്യൂ വൺ ഒരു 80,000 എബോ റേഞ്ച് വരുന്നുണ്ട്. VR ലെൻസ് ആണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു 28,000 ആ റേഞ്ചിൽ കൊടുക്കാം. അതെ. പിന്നെ ഇത് സിഗ്മയുടെ തന്നെ നിക്കോൺ മൗണ്ട് ആണ്. 70-100 2.8 ലെൻസ് ആണ് സിഗ്മയുടെ. ഇത് 70-100 ആണ്. ഇതാവുമ്പോൾ നമുക്കൊരു 15,000 രൂപ തൊട്ടിട്ട് 50,000 തൊട്ടിട്ട് കിട്ടും. പിന്നെ 90 mm ഇരിക്കുന്നുണ്ട് മാക്രോ ലെൻസ്. ഇതൊക്കെ 90 mm മാക്രോ ലെൻസ് ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞത് ഒരു 10,000 rupees തൊട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നുണ്ട്. നിക്കോൺ മൗണ്ട് ആണ്. ടാമറും ഉണ്ട്. പിന്നെ 35 mm ക്രോപ്പ് ആണ്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 8,000 rupees തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ 1020 ഉണ്ട് വൈഡ് ലെൻസ്. 1020 അൾട്രാ വൈഡ് ആണ്. ഇത് സിഗ്മയുടെ ലെൻസ്. ഇതൊക്കെ നമുക്കൊരു 8,000 രൂപ 8,000 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ അത് സിഗ്മയുടെ തന്നെ ഫുൾ ഫ്രെയിം ലെൻസ് ആണ്. ന്യൂ വൺ ഒരു 70,000 എബോ റേഞ്ച് വരുന്നുണ്ട്. നമുക്കിതൊരു 45,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. നീറ്റ് ലെൻസ് ആണ്. യൂസ് ചെയ്തിട്ടില്ല. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ദുബായ് പീസ് ആണ്. നിക്കോണിന്റെ തന്നെ Z സീരീസ് ലെൻസ് ആണ് 24-70. ഇത് ന്യൂ വൺ ഒരു 45 ആ റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 25,000 ആ റേഞ്ചിൽ കൊടുക്കാം. നല്ല നീറ്റ് ലെൻസ് ആണ്. സെഡ് മൗണ്ട്. പിന്നെ ഇത് 1755 എന്ന് പറഞ്ഞ 2.8 വൈഡ് ലെൻസ് ആണ്. ഇതൊക്കെ നമുക്കൊരു 7,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഈ വൈഡ് ലെൻസ് പുതിയത് വരുമ്പോൾ ഒരു 80,000 റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിക്കോണിന്റെ വൈഡ് ലെൻസ് ആണ്.
സെഡ് മൗണ്ട് ആണ്. ഇപ്പൊ ഇറങ്ങണ എല്ലാ അതായത് സെഡ് മൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങണ എല്ലാ ക്യാമറകളും സെഡ് മൗണ്ട് ക്യാമറകളാണ്. മിറർലെസ് ക്യാമറയാണ്. മിറർലെസ് ക്യാമറകളൊക്കെ നമുക്ക് സെഡ് മൗണ്ട് വരുള്ളൂ. അതിൽ നമ്മൾ ഇതൊക്കെ പഴയ മോഡൽ ലെൻസുകളാണ്. ഈ ലെൻസുകൾ യൂസ് ചെയ്യണമെങ്കിൽ അഡാപ്റ്റർ ഇട്ടിട്ട് യൂസ് ചെയ്യണം. ഇതിന് അഡാപ്റ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മൗണ്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് 35 mm ലെൻസ് ആണ്, വൈഡ് ലെൻസ്. പുതിയത് ഓൾമോസ്റ്റ് ഒരു 48,000 എബോ റേഞ്ച് വരുന്നുണ്ട്. 48,000 നമുക്കൊരു 30 റേഞ്ചിൽ കൊടുക്കാം. വിത്ത് 2 month ചെക്കിംഗ് വാറണ്ടി ഉണ്ട്. നല്ല നീറ്റ് ലെൻസ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിക്കോണിന്റെ നമ്മൾ ഒരു എല്ലാ സാധനങ്ങളും പരിചയപ്പെട്ടു. ഇനി കനോണിന്റെ ഉണ്ട്. കനോണിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫുൾ ഫ്രെയിം ഉണ്ട്, ക്രോപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് എൻട്രി ലെവൽ സ്റ്റാർട്ട് ചെയ്യാം. എൻട്രി ലെവൽ വരുമ്പോൾ ഒരു 5,000 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമറ ഉണ്ട്. 550D കനോണിന്റെ ബോഡി ഓൺലി. വിത്ത് ലെൻസ് വരുമ്പോൾ ഒരു 8,000 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ 550D തന്നെ ഒരു 2-3 പീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ 5100 ഇതൊക്കെ ആകുമ്പോൾ ഒരു 8,000 ആ റേഞ്ച് വരുള്ളൂ. വിത്ത് കിറ്റ് ലെൻസ് ഇറക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 200D ഇരിക്കുന്നുണ്ട്. 200D 2-3 പീസ് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ആകുമ്പോൾ ഒരു 28,000 ആ റേഞ്ചോട് സ്റ്റാർട്ടിങ് റേറ്റ് വരണം. പിന്നെ 600D കനോണിന്റെ. ഇത് ഫ്ലിപ്പ് ടൈപ്പ് ആണ്. ടച്ചില്ല, ഫ്ലിപ്പ് ടൈപ്പ് ആണ്. നമുക്ക് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ ആകുമ്പോൾ ഒരു 15,000 ആ റേഞ്ചിലേക്ക് വരുന്നത്. 700D വരുമ്പോൾ ഒരു 20,000 ആ റേഞ്ചേ വരുന്നുള്ളൂ. ഇത് കിറ്റ് ലെൻസ് ഇറക്കാം. 1855 STM ആണ്. കിറ്റ് ലെൻസ് മൊത്തത്തിൽ മൂവിങ് കുറവാണ്. അതാവും 3,000 ആ റേഞ്ച് വരുള്ളൂ കിറ്റ് ലെൻസ്. പിന്നെ 1500 ഉണ്ട്. ഇത് 1500 എന്ന് പറഞ്ഞ മോഡലാണ്. 24 MP ആണ്. ബോഡി വിത്ത് ലെൻസ് നമുക്കൊരു 22,000 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ഇത് 760 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ബോഡി വിത്ത് ലെൻസ് നമുക്കൊരു 28 ആ റേഞ്ച് വരണം. 28,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. കിറ്റ് ലെൻസ് ഇറക്കാം. 5D Mark IV ഉണ്ട്, 6D Mark II ഉണ്ട്. പിന്നെ EOSR ഉണ്ട്. മിറർലെസ് ക്യാമറയാണ്. EOSR ഒക്കെ ഒരു 10-15 പീസോളം ഇരിക്കുന്നുണ്ട്. ഇതൊരു 90,000 ആ റേഞ്ച് തൊട്ടാ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അതെ, വിത്ത് അഡാപ്റ്റർ അടക്കം. ഈ കൺവെർട്ടറിന് ഒരു 7,000 ആ റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു അഡാപ്റ്റർ അടക്കം 90K കൊടുക്കും. 90,000 കൊടുക്കാം. പിന്നെ 5D Mark IV ഉണ്ട്, ബോഡി ഓൺലി. ഇതൊക്കെ ഒരു 60,000 തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അതെ. 60 Mark II 48,000 തൊട്ടിട്ട് 48. ഇതൊക്കെ ഫ്ലിപ്പ് ടൈപ്പ് ആണ്. ഫോക്കസിങ് ഉണ്ട്, ഫോളോ ഫോക്കസ് ഒക്കെ ഉള്ള മോഡലാണ്. ടച്ച് ഉള്ള മോഡലാണ്. 60 Mark II ഒരു 5-6 പീസോളം ഇരിക്കുന്നുണ്ട്. Mark IV ഇരിക്കുന്നുണ്ട്, ഒരു 8 പീസ് ഇരിക്കുന്നുണ്ട്. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് പീസാണ്. ഇത് കനോണിന്റെ 5D Mark III. ഇത് ന്യൂ വൺ ഒരു 1,50,000 എബോ റേഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം പുത്തൻ കണ്ടീഷനിലായിരിക്കണം. നീറ്റ് ബോഡിയാണ്. ഇതൊക്കെ നമുക്കൊരു 50,000 കൊടുക്കാം. ഈ ക്യാമറാസ് ഒക്കെ ഏകദേശം എത്ര ഷട്ടർ കൗണ്ട് ഓടിയിട്ടുണ്ടോ? ഇത് ഏകദേശം ഒരു 2 വർഷം പഴക്കമുള്ള ക്യാമറയാണ്. ഇരിക്കുന്ന 5D Mark IV ഒക്കെ ഏകദേശം ഒരു 1 lakh എബോ ഒക്കെ പോയിണ്ടാവും. വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ല, ഫുള്ളി ചെക്ക് ചെയ്താണ്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 2 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ കനോണിന്റെ തന്നെ 5D Mark III എന്ന് പറഞ്ഞ മോഡലത്. ഇതൊക്കെ നല്ല നീറ്റ് പീസാണ്. ഷട്ടർ കൗണ്ട് ഒക്കെ വളരെ കുറച്ചാണ് അടിച്ചിട്ടുള്ളൂ. 27,000 ഷട്ടർ കൗണ്ട് അടിച്ചിട്ടുള്ളൂ. കനോണിന്റെ 6D Mark II എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതാകുമ്പോൾ ഒരു 48,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതിന്റെ തന്നെ പല കണ്ടീഷൻ ബേസാണ് റേറ്റ് വരിക. ഇതിന്റെ തന്നെ 55 ഉണ്ട്. ഇത് ആവറേജ് കണ്ടീഷനാണ്. അപ്പോൾ ഒരു 48,000 ആ റേഞ്ച് വരുന്നത്. ഇതൊരു 6-7 പീസ് ഇരിക്കുന്നുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കാനോണിന്റെ തന്നെ 5D Mark IV എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല നീറ്റ് പീസാണ്. വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 2 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. ഷട്ടർ കൗണ്ടൊക്കെ ഒരു 1 lakh ബിലോ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതൊരു 10-15 പീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ EOSR ഇരിക്കുന്നുണ്ട്, മിറർലെസ് ക്യാമറ. ന്യൂ വൺ 1,30,000 വരുന്നുണ്ട്, ബോഡി ഓൺലി. ഇത് കൺവെർട്ടർ അടക്കം നമുക്കൊരു 90,000 കൊടുക്കാം. പ്ലസ് 2 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ. പിന്നെ ഇത് 6D കാനോണിന്റെ 6D. ഇതിനൊക്കെ ഒരു 22 ആ റേഞ്ച് പറഞ്ഞുള്ളൂ.
22,000 ബോഡി ഓൺലി. ഇതൊക്കെ വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല, ഷട്ടർ കംപ്ലൈന്റ് ഒന്നും ഇല്ല, നീറ്റാണ്. 22 റേഞ്ച് വരുന്നുള്ളൂ. ഇത് കനോണിന്റെ EOS R5 എന്ന് പറഞ്ഞ മോഡലാണ്. ഒരു ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയാം. ന്യൂ വൺ ഒരു 3 lakh above റേഞ്ച് വരുന്നുണ്ട്. 3 lakh above റേഞ്ച് വരുന്നുണ്ട് ബോഡി ഓൺലി. ഇത് കൺവെർട്ടർ വരുമ്പോൾ 3,10,000 വരും. നമുക്ക് ബോഡി വിത്ത് അഡാപ്റ്ററോട് കൂടിയിട്ട് ഒരു 2 lakh റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ലെൻസുകൾ കനോണിന്റെ കുറെ ലെൻസുകളുടെ കളക്ഷൻ ഉണ്ട്. 7200 ഉണ്ട്. 7200 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 28,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. കനോണിന്റെ തന്നെ 7200 നീറ്റ് പീസാണ്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ചെറിയ ലെൻസാണ്, F4 ലെൻസാണ്. ഇതൊക്കെ ഒരു 10,000 റുപ്പീസിന് കൊടുക്കാം. ഇത് F4 ലെൻസ്, ഇത് 10,000 ആ റേഞ്ച് വരുന്നുള്ളൂ. 7200 ഇരിക്കുന്നുണ്ട്. ഒരു 10-12 പീസോളം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 12 പീസോളം ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ IS2 ലെൻസ് ഉണ്ട്. അത് നമുക്ക് അവിടെ പരിചയപ്പെടാം. അവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. IS2 എന്ന് പറഞ്ഞാൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള മോഡൽ. ഇത് നോൺ IS എന്ന് പറയാം. IS ഇല്ല ഇനി. ഈ IS 1 IS 2 IS2 IS3 ഉണ്ട്. 3 വരെ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് വന്നത് IS3 ആണ്. 3 ആവുമ്പോൾ സ്റ്റെബിലൈസേഷന്റെ ഇത് കൂടും. സ്റ്റെബിലൈസേഷൻ കുറച്ച് കൂടും. ലേറ്റസ്റ്റ് വന്നങ്ങനെ IS3 ആണ്. ഈ സ്റ്റെബിലൈസേഷൻ ഉള്ളത് ഏതിനൊക്കെ വരുന്നത്? ഏതൊക്കെ ലെൻസിനാണ് വരുന്നത്? ഓൾമോസ്റ്റ് എല്ലാ ലെൻസിനും ഇൻബിൽഡ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഈ ലെൻസുകളൊക്കെ ഇത് 24-105 ആണ്. ഇതിന്റെ തന്നെ 2 വേർഷൻ ഇറങ്ങുന്നുണ്ട്. ഇത് പഴയ വേർഷനാണ്. ഇത് 24-105. ഇത് L1 ആണ്. L1 അത് ഫസ്റ്റ് വേർഷൻ ആണ്. ഇതിന് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് വേർഷൻ ആണ്. അതിനേക്കാളും ഇത്തിരി കൂടി നല്ലത് 24-105. അതിന്റെ സെക്കൻഡ് വേർഷൻ ഇറങ്ങിയേക്കണാണ് IS2 എന്ന് പറഞ്ഞ ലെൻസ്. ഇതിന് കുറച്ചും കൂടി സ്റ്റെബിലൈസേഷൻ കൂടുതലുണ്ട്. ഇത് ISD 1 ആണോ ISD 2 ആണോ? ഇത് IS2. ഇത് IS1. അത് രണ്ടും തമ്മിൽ റേറ്റിലും ഡിഫറൻസ് ഉണ്ട്. അത് വരുമ്പോ ഒരു 42 റേഞ്ച് വരും. ഇത് 20 ബിലോ കണ്ടീഷൻ ബേസ് റേറ്റ് വരും. പിന്നെ കനോണിന്റെ തന്നെ 100mm എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു 68,000 above റേഞ്ച് വരുന്നുണ്ട്. ഈ മൈക്രോ ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു 30,000 ആ റേഞ്ചിൽ കൊടുക്കാം. കനോണിന്റെ തന്നെ RF85 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് പുതിയ മോഡലാണ്. RF-F2 48,000 വരുന്നുണ്ട്. ഇത് 3 month ആയിട്ടുള്ള എടുത്തിട്ട്. അതൊക്കെ ഒരു 35,000 കൊടുക്കാം. പിന്നെ ഇത് 50mm നേരത്തെ പറഞ്ഞില്ലേ, 50mm 1.8 കിറ്റ് ലെൻസിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാം. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലെൻസാണ്. 1.8 അപ്പറേച്ചർ വരുന്ന ലോ ബഡ്ജറ്റ് ഉള്ളൂ. 6,500 ഉള്ളൂ. 6,000 ഒക്കെ റേറ്റ് വരുന്നുള്ളൂ. 50mm കാനോണിന്റെ ലെൻസിന് ആകെ 6,000 വരുന്നുള്ളൂ. പിന്നെ അത് തേർഡ് പാർട്ടി ലെൻസാണ്. സിഗ്മയുടെ 35mm 1.4 അപ്പറേച്ചർ ഉണ്ട് സിഗ്മയുടെ തന്നെ. അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 30,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. 30,000. ഇത് കനോണിന്റെ 85mm പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ലെൻസാണ്. 1.8 അപ്പറേച്ചർ. ഇതൊക്കെ ആകുമ്പോൾ ഒരു 15,000 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. 85 ഡിഫറൻസ് അപ്പറേച്ചറിൽ വരുന്നുണ്ട്. ഇതിപ്പോ 1.8 ആണ്. ഇതിന് തന്നെ 1.4 ലെൻസാണ് ഇരിക്കുന്നത്. അപ്പറേച്ചർ 1.4 ആണ്. 1,45,000 മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട്. നമുക്കൊരു 70,000 ആ റേഞ്ചിൽ കൊടുക്കാം. സോണിയുടെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. സോണിയുടെ ഫുൾ ഫ്രെയിം ഉണ്ട്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ എൻട്രി ലെവൽ ക്യാമറാസ് ആണ്. ആൽഫ 6000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു 28,000 തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞാൽ. ഇതിന്റെ തന്നെ 6300 ഉണ്ട്. ഇതൊരു 2 പീസ് ഇരിക്കുന്നുണ്ട്. 3 പീസോളം ഇരിക്കുന്നുണ്ട്. 6,000 ഇരിക്കുന്നുണ്ട് 3 പീസ്. എല്ലാം നല്ല നീറ്റ് പീസാണ്. ഇത് ലെൻസ് അടക്കമുള്ള റേറ്റ് ആണ്. പിന്നെ ഇപ്പൊ നല്ല മൂവിങ് ആയിട്ടുള്ള മോഡലാണ്. ഇത് ഇതിന്റെ കൂടെയുള്ള കിറ്റ് ലെൻസ് ആണ്. പിന്നെ ആൽഫ 6000 ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു സീരീസ് ആണ് 6400. ഇത് 3 പീസ് ഇരിക്കുന്നുണ്ട്. ഇത് 18-135 എന്ന് പറഞ്ഞ കിറ്റ് ലെൻസ് ആയിട്ട് വരുന്നത്. ഇതാകുമ്പോ ഒരു 67 ആ റേഞ്ച്. 67. ഇതൊക്കെ ആകുമ്പോ ഒരു 62 ആ റേഞ്ച് വരുന്നത്. 6400. ഇത് രണ്ടും വാറണ്ടി പീസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം വാറണ്ടി ഉള്ള പീസാണ്.
ഫുൾ ഫ്രെയിം ക്യാമറാസ് ഇരിക്കുന്നുണ്ട്. സോണിയുടെ A7S3 എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഇത് ന്യൂ വൺ ഒരു 3 lakh above റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 2,47,000 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. വിത്ത് 2 year വാറണ്ടി. ഇത് S3 എന്ന് പറഞ്ഞ സീരീസാ. അത് കഴിഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് M3. M3 ഒക്കെ ആകുമ്പോൾ ഒരു 85,000 S3 കൂടുതലും വീഡിയോക്കാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. മെഗാ പിക്സൽ കുറവാണ്, 12 മെഗാ പിക്സലേ ഉള്ളൂ. പിന്നെ ഇത് M3 വരുമ്പോൾ ഒരു 85,000 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട്. ഒരു 3-4 പീസ് ഇരിക്കുന്നുണ്ട്. ലെൻസുകൾ കുറേ ഇരിക്കുന്നുണ്ട്. 24mm ഇരിക്കുന്നുണ്ട്. അതൊക്കെ 50mm 1.2 ഒരു 2,08,000 ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ. നമ്മളിത് ഇമ്പോർട്ടഡ് പീസാണ്, ദുബായ് പീസാണ്. അതൊരു 1,50,000 ആ റേഞ്ചിൽ കൊടുക്കാം. 24-105 ഉള്ളത്. 24-105 ഒക്കെ നമുക്കൊരു 16,000 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഒരു 3 പീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ വൈഡ് ലെൻസ് ആണ് 16-35 2.8 1,60,000 റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 1 lakh ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അതിൽ സ്റ്റെബിലൈസേഷനുള്ള മോഡലാണ്. പിന്നെ 135 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ G മാസ്റ്റർ സീരീസാ. 135 ഉണ്ട്. ഇതൊക്കെ 1 lakh ആ റേഞ്ചിൽ വരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ സീൽഡ് ബോക്സ് ആണ്. 35 ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 53,000 റേഞ്ച് വരുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്കൊരു 45 റേഞ്ചിൽ കൊടുക്കാം. സിഗ്മയുടെ തന്നെ 85mm DGDN ഇരിക്കുന്നുണ്ട് 1.4. അതൊക്കെ ഓൾമോസ്റ്റ് ഒരു 83 ഒക്കെ വരുന്നുണ്ട്. ന്യൂ വൺ യൂസ്ഡ് അല്ല, അത് ഫ്രഷ് പീസ് ആണ്. ഒരു 75,000 ഒക്കെ കൊടുക്കാം. സിഗ്മയുടെ തന്നെ 14-24 2.8 DGDN ലെൻസ് ആണ്. 1 lakh above റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 75,000 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ഇത് 30mm സിഗ്മയുടെ DC ക്രോപ്പിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഈ 6,000 പോലെയുള്ള ക്യാമറകൾക്ക് യൂസ് ചെയ്യുന്നതാണ് 30mm. അതൊരു 15,000 ആ റേഞ്ചിൽ കൊടുക്കാം. മൊബൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ക്രെയിൻ 2 ഇരിക്കുന്നുണ്ട്. ഒരു 4-5 പീസ് ഇരിക്കുന്നുണ്ട്. 10,000 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ റോണിനെസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ 70-100 IS ഉള്ള ലെൻസ് ഒരു 4-5 പീസ് ഇരിക്കുന്നുണ്ട്. IS2 എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതാണ് IS3. ഒരു 1,45,000 റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് 82 ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അതിൻ്റെ തന്നെ IS2 ആകുമ്പോൾ ഒരു 55 ആ റേഞ്ചിൽ കൊടുക്കാം. ഒക്കെ നല്ല നീറ്റ് ലെൻസാണ്. ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല. R6 Mark II എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ന്യൂ വൺ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. ഫസ്റ്റ് വേർഷൻ R6 ആണ്. ഇത് ഫ്രഷ് പീസ് ആണ്, യൂസ്ഡ് അല്ല. അല്ലല്ല, 0 ഷട്ടർ അക്കൗണ്ട് ആണ്. ഇതിന്റെ ഫസ്റ്റ് വേർഷൻ R6 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് വന്നതാണ് R6 Mark II. 95 ബിൽ റേറ്റ് വരുന്നുണ്ട്. നമുക്കൊരു 10,000 ലെസ് ചെയ്തിട്ട് ഒരു 185 കൊടുക്കാം. 95 10 രൂപ ലെസ് ചെയ്തിട്ട് കൊടുക്കാം. ആക്സറീസ് പറഞ്ഞാൽ ലെൻസ് ഹുഡ്സ്, ആക്സറീസ്, ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മള് കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ ഫ്രഷ് പീസാ. അതെ, ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. EMI നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. EMI ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒതുങ്ങാവുന്ന ഒരു ക്യാമറ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.